വിത്ത് എസ് കെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ക്ലാസ്സുകളായി നേരിട്ട് കണ്ടിട്ട് എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എന്ന അഭ്യർത്ഥനയോടെ ഇന്നത്തെ പുതു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ആർട്ടിക്കിൾസ് എന്ന ഒരു ഭാഗമാണ് പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ളതാണ് ആർട്ടിക്കിൾസ് എന്ന ഈ ഭാഗം. ആർട്ടിക്കിൾസ് പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ആർട്ടിക്കിൾസിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ആ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ വരുന്നത് ആരൊക്കെയാ? എ, ആൻഡ് തുടങ്ങിയ ഇവർ രണ്ടുപേരും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ വരുമ്പോൾ ദ എന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? എവിടെയാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഉപയോഗിക്കുക എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്ന ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കും. ഒന്ന്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? കോൺസണന്റ് സൗണ്ട് കൊണ്ട് ആരംഭിക്കുന്ന കോൺസണന്റ് സൗണ്ട്, നിങ്ങൾ അക്ഷരമാല പഠിക്കുമ്പോൾ ABCDEFGH ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുള്ളപ്പോൾ അവിടെ നിങ്ങളുടെ അധ്യാപകർ നേരത്തെ തന്നെ പരിചയപ്പെടുത്തി തന്നിരിക്കും. അതിനകത്ത് കോൺസണന്റുകളും വൗവൽസും ഉണ്ട്, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. അങ്ങനെ കോൺസണന്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള കോൺസണന്റ് സൗണ്ട് കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുൻപിൽ എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എ ഉപയോഗിക്കുന്നത് കോൺസണന്റ് സൗണ്ട് കൊണ്ട് ആരംഭിക്കുന്നു. AEIOU എന്ന ഈ 5 അക്ഷരങ്ങൾ ഒഴികെ വരുന്ന ബാക്കിയുള്ളവയാണ് കോൺസണന്റുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. എ ബാഗ്, ഇവിടെ ബി എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്. എ പെൻ, ഇവിടെ പെൻ പി എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്. എ കാറ്റ് സി എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്. അങ്ങനെ കോൺസണന്റ് സൗണ്ടിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുൻപിൽ എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നു. മനസ്സിലാവുന്നല്ലോ? നെക്സ്റ്റ് വൺ, വവൽ സൗണ്ട് കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുൻപിൽ ആൻ ഉപയോഗിക്കുന്നു. ആ വവൽ സൗണ്ട് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു, എ, ഇ, ഐ, ഒ, യു എന്നിങ്ങനെയുള്ള വവൽ സൗണ്ടുകൾക്ക് മുൻപിൽ ആൻ ഉപയോഗിക്കുന്നു. ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ആൻ അംബ്രല്ല. ഇവിടെ അംബ്രല്ല എന്ന വേർഡ് ആരംഭിച്ചിരിക്കുന്നത് യു എന്ന ഏതിലാണ്? വവൽ സൗണ്ടിലാണ്. ആൻ ആർമി, ആർമി എന്ന ഈ വേർഡ് ആരംഭിച്ചിരിക്കുന്നത് എ എന്ന വവൽ സൗണ്ടിലാണ്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നോക്കൂ, ഞാൻ 2 വേർഡുകൾ എഴുതിയിട്ടുണ്ട്. അവർ, ഓണർ. ഇവയെല്ലാം ഈ പറഞ്ഞ 2 വേർഡുകളുടെ ഒരു പ്രത്യേകത, ഇവിടെയെല്ലാം ഹെച്ച് സൈലന്റ് ആണ്. അവർ എന്നും ഓണർ എന്നുമാണ് നമ്മൾ പറയുക, സംസാരിക്കുക. അവിടെ ഹെച്ച് സൈലന്റ് ആയി വരുന്നു. ഇത്തരം വാക്കുകളുടെ മുന്നിൽ നമ്മൾ ആൻ ഉപയോഗിക്കുന്നു. അതായത് ആൻ അവർ, ആൻ ഓണർ എന്നാണ്. ആൻ അവർ, ആൻ ഓണർ. എന്താ ഇവിടെ ആൻ ഉപയോഗിക്കാൻ കാരണം? ഹെച്ച് എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്, എന്നാൽ ഇവിടെ ഹെച്ച് സൈലന്റ് ആണ്. അതിനാൽ ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നു. ഈ 2 കാര്യങ്ങളും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. എല്ലാവരും ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും നന്ദി, വളരെ നന്ദി.